ഏത് ലക്ഷ്യവും നേടാൻ 10 ചുവടുകൾ. സ്വപ്നങ്ങളിൽ നിന്ന് ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ 10 സിമ്പിൾ നിയമങ്ങൾ. ഫ്രം ഡ്രീംസ് ടു റിയാലിറ്റി. 10 പ്രാക്ടിക്കൽ പ്രിൻസിപ്പിൾസ് ടു അച്ചീവ് യുവർ ഗോൾസ്. മനുഷ്യജീവിതത്തെ ഏറ്റവും മനോഹരവും അർത്ഥപൂർണവുമാക്കുന്നത് അവൻ കാണുന്ന സ്വപ്നങ്ങളാണ്. ചിറകുകളുള്ള ചിന്തകളും നാളെയെക്കുറിച്ചുള്ള മനോഹരമായ പ്രതീക്ഷകളുമില്ലാത്ത ഒരു ജീവിതം എത്രയോ വിരസമായിരിക്കും. ഓരോ പുലരിയിലും നമ്മെ ഉറക്കത്തിൽ നിന്നുണർത്തുന്നതും പ്രകൃതിയുടെ പ്രതിസന്ധികളോട് പോരാടി മുന്നോട്ട് നയിക്കുന്നതും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ചില ലക്ഷ്യങ്ങളാണ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന ആഗ്രഹം, ഒരു പുതിയ വീട്, മെച്ചപ്പെട്ട കരിയർ, മികച്ച ആരോഗ്യം, അല്ലെങ്കിൽ ഒരു പുതിയ വിജ്ഞാന ശാഖ സ്വന്തമാക്കൽ. ഇങ്ങനെ ഓരോരുത്തരുടെയും ഉള്ളിൽ വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങളുടെ ഒരു വലിയ ലോകം തന്നെയുണ്ട്. ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിലോ ജന്മദിനത്തിലോ അല്ലെങ്കിൽ മനസ്സിന് വലിയ രീതിയിൽ പ്രചോദനം നൽകുന്ന ഒരു പുസ്തകം വായിച്ചു തീരുമ്പോഴോ ഒക്കെ നമ്മൾ പുതിയ ചില ലക്ഷ്യങ്ങൾ മനസ്സിൽ കുറിച്ചിടാറുണ്ട്. ആ നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ അഗ്നി പടർന്നു പിടിക്കും. നാളെ മുതൽ ഞാൻ പുലർച്ചെ 5 മണിക്ക് എഴുന്നേൽക്കും. ഈ വർഷം ഞാൻ ഒരു പുതിയ ഭാഷ പഠിച്ചെടുക്കും. എന്റെ കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. ശരീരഭാരം കുറച്ച് ആരോഗ്യവാനാകും. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് വലിയ ആവേശമായിരിക്കും. ഈ ആവേശം ഒരു തരം ലഹരിയാണ്. വരാനിരിക്കുന്ന വിജയത്തിന്റെ മധുരം മുൻകൂട്ടി ആസ്വദിക്കുന്ന ഒരു തരം ലഹരി. എന്നാൽ ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ എത്രത്തോളം ദൂരം സഞ്ചരിക്കാറുണ്ട് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യാത്രയുടെ തുടക്കത്തിലുള്ള ആ ആവേശവും ഊർജവും ദിവസങ്ങൾ കഴിയുമ്പോൾ എവിടെയോ വെച്ച് ചോർന്നു പോകുന്നു. ആദ്യത്തെ 2 ദിവസങ്ങൾ വലിയ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ 3-ാം ദിവസം അലാമടിക്കുമ്പോൾ ഇന്നൊരു ദിവസം കൂടി ഉറങ്ങാം, നാളെ മുതൽ കൃത്യമായി ചെയ്യാം എന്ന് മനസ്സ് മന്ത്രിക്കാൻ തുടങ്ങും. അവിടെ പരാജയത്തിന്റെ ആദ്യത്തെ വിത്ത് പാകപ്പെടുകയായി. മടിയും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ആധുനിക ലോകത്തിലെ പ്രലോഭനങ്ങളും നമ്മുടെ വഴികളിൽ വലിയ തടസ്സങ്ങൾ തീർക്കുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയും തുടങ്ങിയ പല കാര്യങ്ങളും പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും അവ വെറും അപൂർണമായ ആഗ്രഹങ്ങൾ മാത്രമായി ഡയറി താളുകളിൽ ഒതുങ്ങുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. അതിൽ എത്രയെണ്ണം നിങ്ങൾ പൂർണ്ണതയിലെത്തിച്ചു? ഭൂരിഭാഗവും തുടക്കത്തിലെ ആവേശത്തിനും അപ്പുറം ഒരടി പോലും മുന്നോട്ട് പോയിട്ടുണ്ടാകില്ല. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഭൂരിഭാഗം മനുഷ്യരും കടന്നു പോകുന്ന ഒരു പ്രതിഭാസമാണിത്. ഒരു ലക്ഷ്യം ആരംഭിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിൽ ആർക്കും വിജയിക്കാം. കാരണം അതിന് കേവലം ഒരു നിമിഷത്തെ ആവേശം മാത്രം മതിയാകും. എന്നാൽ യഥാർത്ഥ വിജയം കെട്ടിപ്പടുക്കുന്നത് ആ ലക്ഷ്യത്തിൽ എത്രത്തോളം നമ്മൾ ഉറച്ചു നിൽക്കുന്നു എന്നതിലാണ്. ഇവിടെയാണ് പ്രതിജ്ഞാബദ്ധത അഥവാ കമ്മിറ്റ്മെന്റ് എന്ന വാക്കിന്റെ പ്രസക്തി. മഹാനായ അബ്രഹാം ലിങ്കൺ ഒരിക്കൽ പറഞ്ഞു, ഒരു വാഗ്ദാനത്തെ യാഥാർത്ഥ്യമാക്കുന്നതാണ് പ്രതിജ്ഞാബദ്ധത. അത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു വാക്കല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിനോട് നമ്മൾ തന്നെ നടത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കരാറാണ്. പുറത്തുനിന്ന് ആരും കാണാനില്ലെങ്കിലും, ആരും നമ്മെ വിലയിരുത്തുന്നില്ല എങ്കിലും, സ്വന്തം ലക്ഷ്യത്തിനായി നിരന്തരം അധ്വാനിക്കുന്ന ആന്തരിക കരുത്താണ് പ്രതിജ്ഞാബദ്ധത. ആവേശം നിങ്ങളെ ഒരു യാത്രയ്ക്ക് പ്രേരിപ്പിക്കും എങ്കിൽ പ്രതിജ്ഞാബദ്ധത മാത്രമാണ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോറ് എപ്പോഴും എളുപ്പമുള്ള വഴികളും താൽക്കാലികമായ സന്തോഷങ്ങളും തേടിപ്പോകുന്ന ഒന്നാണ്. കഠിനാധ്വാനം ചെയ്യുമ്പോഴോ പുതിയൊരു ശീലം വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴോ മനസ്സതിനെ പ്രതിരോധിക്കും. ഈ പ്രതിരോധത്തെ മറികടക്കാൻ കേവലം മോട്ടിവേഷൻ ക്ലാസുകൾക്കോ പുസ്തകങ്ങൾക്കോ കഴിയില്ല. അതിന് കൃത്യമായ ഒരു പ്ലാനും സ്വയം അച്ചടക്കവും ആവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെറും ദിവാസ്വപ്നങ്ങളായി അവശേഷിക്കാതെ അവയെ നിങ്ങളുടെ ജീവിതത്തിന്റെ മനോഹരമായ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക ഗൈഡായാണ് ഈ പുസ്തകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ വിജയിച്ച മനുഷ്യരെല്ലാം പിന്തുടർന്ന ശാസ്ത്രീയവും പ്രായോഗികവുമായ 10 ലളിതമായ തത്വങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. വലിയ തത്വചിന്തകൾക്ക് പകരം
നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്നു തന്നെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ലളിതമായ ചുവടുവെപ്പുകളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. നിങ്ങളുടെ ഉള്ളിലെ ലക്ഷ്യബോധത്തെ വീണ്ടും ജ്വലിപ്പിക്കാനും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനും സ്വയം അച്ചടക്കമുള്ള ഒരു മികച്ച വ്യക്തിത്വമായി മാറാനും ഈ അധ്യായങ്ങൾ നിങ്ങളെ ഓരോ ഘട്ടത്തിലും സഹായിക്കും. ഓരോ തത്വവും നിങ്ങളുടെ ജീവിതത്തിലെ മാറേണ്ട ശീലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ശില്പി പാറക്കല്ലിൽ നിന്ന് അനാവശ്യമായ ഭാഗങ്ങൾ ചെത്തിമാറ്റി മനോഹരമായ ഒരു വിഗ്രഹം തീർക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മടിയെയും ലക്ഷ്യബോധമില്ലായ്മയെയും മാറ്റിയെടുക്കാൻ ഈ പുസ്തകം നിങ്ങളെ പ്രാപ്തരാക്കും. ഇതൊരു വെറും വായനയല്ല, വായിച്ചു തീർത്ത് അലമാരയിൽ വെക്കാനുള്ള ഒരു പുസ്തകമല്ല ഇത്. മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ ശീലത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാനും അവയെ യാഥാർത്ഥ്യത്തിന്റെ മണ്ണിലേക്ക് വിജയകരമായി ഇറക്കി വെക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വരൂ, നമുക്കൊന്നിച്ച് പരസ്പരം കൈപിടിച്ച് ഈ മനോഹരമായ വിജയയാത്ര ആരംഭിക്കാം. ചരിത്രം സൃഷ്ടിച്ചവരെല്ലാം നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു എന്നും അവരെ മാറ്റിയത് അവരുടെ അചഞ്ചലമായ തീരുമാനങ്ങളായിരുന്നു എന്നും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യായത്തിന് ഇവിടെ തുടക്കമാകുകയാണ്. അധ്യായം 1. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ വ്യക്തത വരുത്തുക. മനുഷ്യ ജീവിതത്തിലെ ഏത് വലിയ ദൗത്യത്തിന്റെയും വിജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് അതിന്റെ തുടക്കത്തിലാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകളും കരുതുന്നത് പോലെ ആ തുടക്കത്തിലെ ആവേശമോ വമ്പിച്ച തയ്യാറെടുപ്പുകളോ അല്ല അതിന്റെ ഭാവി നിർണയിക്കുന്നത്. പകരം ആ യാത്ര എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ പക്കലുള്ള കൃത്യവും ആത്മാർത്ഥവുമായ ഉത്തരമാണ് അതിന്റെ അടിത്തറ. ഇതിനെയാണ് നമ്മൾ ലക്ഷ്യത്തിന്റെ കാതൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എന്തുകൊണ്ട് അഥവാ വൈ എന്ന് വിളിക്കുന്നത്. ഒരു പുതിയ ലക്ഷ്യം നിശ്ചയിക്കുമ്പോൾ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ വലിയ ആവേശവും അത്യധികമായ ഊർജവും നമുക്കുണ്ടാകും. ഡയറിയിൽ പുതിയ പ്ലാനുകൾ കുറിക്കുമ്പോഴും സുഹൃത്തുക്കളോട് നമ്മുടെ പുതിയ തീരുമാനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഉള്ളിൽ വലിയൊരു സംതൃപ്തി തോന്നും. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ടു പോകുന്തോറും പ്രായോഗിക ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ ഓരോന്നായി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ ആവേശം പതുക്കെ തണുത്തുറഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. അവിടെയാണ് നിങ്ങളുടെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ യഥാർത്ഥ പ്രസക്തി വെളിപ്പെടുന്നത്. ബാഹ്യമായ പ്രകോപനങ്ങളോ താൽക്കാലികമായ പ്രചോദനങ്ങളോ കൊണ്ട് മാത്രം ഒരു ലക്ഷ്യത്തിലും നമുക്ക് സ്ഥിരതയോടെ തുടരാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടോ ആണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിൽ ആ സിനിമയുടെയോ പ്രസംഗത്തിന്റെയോ ലഹരി ഇറങ്ങുന്നതോടെ നിങ്ങളുടെ ആവേശവും അവസാനിക്കും. നിങ്ങളുടെ ലക്ഷ്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയധികം പ്രധാനപ്പെട്ടതാണ് എന്ന് മറ്റാരേക്കാളും മുമ്പ് സ്വയം ബോധ്യപ്പെടണം. ആ ഉത്തരം എത്രത്തോളം ആഴമുള്ളതും ദൃഢവുമാണോ അത്രത്തോളം ശക്തമായിരിക്കും നിങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയും. വഴിയിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും മനസ്സ് തളരുമ്പോൾ നിങ്ങളെ താങ്ങി നിർത്തുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും. ലക്ഷ്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിനു മുൻപ് നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്? ഈ ലക്ഷ്യം നേടുന്നത് വഴി എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇത് എൻ്റെ മാത്രം ആഗ്രഹമാണോ അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വ്യക്തമല്ലെങ്കിൽ നിങ്ങളുടെ യാത്ര പകുതി വഴിയിൽ അവസാനിക്കും. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ശക്തമായ ഒരു ഉത്തരമുള്ളവന് ജീവിതത്തിൽ എങ്ങനെ എന്നതിനെയും നേരിടാൻ കരുത്തുണ്ടാകും. അത് നിങ്ങളുടെ ആന്തരികമായ ഇന്ധനമാണ്. പുറത്തുനിന്നുള്ള ആരും വന്ന് നിങ്ങളിൽ തീ കൊളുത്തേണ്ടതില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ കാരണം വ്യക്തമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അഗ്നി എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏതൊരു വലിയ കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിനു മുൻപും ശാന്തമായിരുന്ന് നിങ്ങളുടെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ രൂപം നൽകുക. അധ്യായം 2. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഘട്ടങ്ങളാക്കി തിരിക്കുക. നമ്മുടെ മുന്നിൽ ഒരു വലിയ മലയുണ്ടെന്ന് സങ്കല്പിക്കുക. ആ മലയുടെ മുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരാൾക്ക് ആ യാത്ര അസാധ്യമാണെന്നും തനിക്കൊരിക്കലും അവിടെ എത്തിച്ചേരാൻ കഴിയില്ലെന്നും തോന്നാം.
മലയുടെ ഉയരവും പ്രകൃതിയുടെ കാഠിന്യവും അയാളിൽ ഭയവും മാനസികമായ തളർച്ചയും ഉണ്ടാക്കും. എന്നാൽ അതേ മനുഷ്യൻ മലമുകളിലേക്ക് നോക്കുന്നത് നിർത്തി തന്റെ മുന്നിലുള്ള അടുത്ത ഓരോ ചുവടിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ആ യാത്ര എത്രയോ ലളിതമായി മാറും. നമ്മുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളും ഇതുപോലെ തന്നെയാണ്. അവയെ ഒറ്റയടിക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് മാനസികമായ വലിയ ഭാരവും ഒടുവിൽ നിരാശയും മാത്രമേ സമ്മാനിക്കൂ. ഒരു ലക്ഷ്യം അതിന്റെ വലിപ്പം കൊണ്ട് നമ്മെ ഭയപ്പെടുത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ജോലി ചെയ്യാൻ മടിക്കുകയും അത് നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യും. വിജയികളായ മനുഷ്യർ തങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി മാറ്റാൻ മിടുക്കുള്ളവരാണ്. ഇതിനെയാണ് ടാസ്ക് ഡിവിഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അന്തിമ ലക്ഷ്യം എത്ര വലുതുമാകട്ടെ, അതിനെ പ്രതിവാരമോ പ്രതിദിനമോ ചെയ്യാവുന്ന ചെറിയ ചെറിയ ജോലികളായി മുറിക്കുക. ഒരു വർഷം കൊണ്ട് ഒരു പുസ്തകം എഴുതണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എങ്കിൽ 300-ലധികം പേജുകൾ ഉള്ള ഒരു പുസ്തകം എന്ന ചിന്ത നിങ്ങളെ അസ്വസ്ഥനാക്കിയേക്കാം. എന്നാൽ അതിനെ ദിവസവും ഒരു പേജ് മാത്രം എഴുതുക എന്ന ചെറിയ ലക്ഷ്യമായി മാറ്റിയാൽ കാര്യങ്ങൾ എത്ര ലളിതമായി. ദിവസവും ഒരു പേജ് എഴുതുക എന്നത് നിങ്ങളുടെ തലച്ചോറിന് വലിയൊരു ഭാരമായി തോന്നുകയേ ഇല്ല. ഈ ചെറിയ ഭാഗങ്ങൾ പൂർത്തിയാക്കുന്നത് എളുപ്പമാണെന്ന് മാത്രമല്ല, അതുവഴി ഓരോ ദിവസവും നമ്മൾ മുന്നോട്ടു പോവുകയാണ് എന്ന ബോധ്യം നമ്മളിൽ വലിയ ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്യും. ഓരോ ചെറിയ ചുവടും പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തരം വിജയബോധം ഉണ്ടാകുന്നു. ഈ വിജയബോധം അടുത്ത ചുവട് വെക്കാനുള്ള ഊർജമായി മാറും. വലിയ സ്വപ്നങ്ങൾ കാണുക എന്നത് നല്ലതാണ്. എന്നാൽ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ വലിയ ലക്ഷ്യങ്ങൾ പോലും നിങ്ങളുടെ കാൽക്കീഴിൽ ഒതുങ്ങുന്നതായി കാണാം. അധ്യായം 3. സ്ഥിരതയുള്ള ഒരു പ്രതിദിന ദിനചര്യ ഉണ്ടാക്കുക. ലോകത്തിൽ വലിയ വിജയങ്ങൾ നേടിയ മനുഷ്യരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് അസാധാരണമായ ബുദ്ധിശക്തിയോ പ്രതിഭയോ ഉണ്ടായിട്ടല്ല അവർ വിജയിച്ചത്. മറിച്ച് അവരുടെ ദൈനംദിന ശീലങ്ങളാണ് അവരെ ആ നിലയിലെത്തിച്ചത്. അസാധാരണമായ പ്രതിഭയേക്കാളും ബുദ്ധിശക്തിയേക്കാളും ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്നത് അയാളുടെ സ്ഥിരതയുള്ള ശീലങ്ങളാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ കേവലം ആഗ്രഹങ്ങളായി മാത്രം ഡയറി താളുകളിൽ അവശേഷിക്കാതിരിക്കാൻ അവയെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കണം. അതിനായി കൃത്യമായ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ദിനചര്യ കെട്ടിപ്പടുക്കേണ്ടത് അനിവാര്യമാണ്. പലരും പരാജയപ്പെടുന്നത് മൂഡ് നോക്കി ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. ഇന്നെനിക്ക് നല്ല മൂഡുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചു കൂടുതൽ ജോലി ചെയ്യാം. ഇന്നെനിക്ക് ഒട്ടും മൂഡില്ല, അതുകൊണ്ട് ഇന്ന് വിശ്രമിക്കാം. ഈ ചിന്താഗതിയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. വികാരങ്ങൾക്കും താത്കാലികമായ മാനസികാവസ്ഥകൾക്കും അനുസരിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഒരിക്കലും വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. മൂടുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, മഴയുള്ളപ്പോഴും വെയിലുള്ളപ്പോഴും ഒരുപോലെ തന്റെ ലക്ഷ്യത്തിനായി നിശ്ചിത സമയം നീക്കിവെക്കാൻ ശീലിക്കുന്നവനാണ് യഥാർത്ഥ അച്ചടക്കമുള്ള വ്യക്തി. തുടക്കത്തിൽ ഇത് കഠിനമായ ഒരു പരീക്ഷണമായി തോന്നാം. മനസ്സ് പലവിധ ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ആ പ്രതിരോധത്തെ മറികടന്ന് കുറച്ചു ദിവസങ്ങൾ തുടർച്ചയായി ഒരേ സമയത്ത് ഒരേ കാര്യം ചെയ്യുമ്പോൾ പതിയെ ഇതൊരു സ്വാഭാവിക ശീലമായി മാറും. ഒരു കാര്യം ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് ചെയ്യാൻ വലിയ മാനസിക സമ്മർദ്ദമോ ആയാസമോ വേണ്ടിവരില്ല. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ നമ്മൾ പ്രത്യേകമായി മൂഡ് നോക്കാറില്ലല്ലോ. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു ശീലമാണ്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിനായുള്ള അധ്വാനത്തെയും മാറ്റിയെടുക്കുക. കൃത്യമായ സമയത്ത് ഉറങ്ങുക, ഉണരുക, ലക്ഷ്യത്തിനായി സമയം മാറ്റിവെക്കുക എന്നിവ നിങ്ങളുടെ ദിനചര്യയുടെ നിയമങ്ങളാകണം. അച്ചടക്കമുള്ള ഒരു ദിനചര്യയാണ് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് സ്ഥിരതയുള്ള ഒരു ശക്തമായ പാലം പണിയുന്നത്. ആ പാലത്തിലൂടെയുള്ള നിരന്തരമായ യാത്ര നിങ്ങളെ വിജയതീരത്ത് എത്തിക്കുക തന്നെ ചെയ്യും. അധ്യായം 4. നിങ്ങളുടെ പുരോഗതി കൃത്യമായി നിരീക്ഷിക്കുക. നമ്മൾ ഒരു ദീർഘദൂര യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്നും നമ്മൾ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്.
ദിശ അറിയാതെയുള്ള യാത്ര നമ്മെ അലച്ചിലിലേക്കും നിരാശയിലേക്കും മാത്രമേ നയിക്കൂ. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളുടെ കാര്യത്തിലും ഇത് 100% ശരിയാണ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം വിലയിരുത്താതെ നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ദിവസത്തെയും പുരോഗതി കൃത്യമായി രേഖപ്പെടുത്തുകയോ വിലയിരുത്തുകയോ ചെയ്യേണ്ടത് നിങ്ങളുടെ വിജയയാത്രയിലെ ഒരു പ്രധാന ഘട്ടമാണ്. പലരും വലിയ ആവേശത്തോടെ ജോലികൾ ആരംഭിക്കുമെങ്കിലും തങ്ങളുടെ മുന്നേറ്റങ്ങൾ അളന്നു നോക്കാൻ മറന്നു പോകാറുണ്ട്. ഇതിനായി ഒരു പ്രത്യേക ഡയറിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനുകളോ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഓരോ ദിവസവും ലക്ഷ്യത്തിനായി എന്തൊക്കെ ചെയ്തു എന്ന് രാത്രി കിടക്കുന്നതിനു മുൻപ് കുറിച്ചു വെക്കുക. തുടക്കത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും പെട്ടെന്ന് ദൃശ്യമായില്ലെന്നും വരാം. എന്നാൽ ഒരു മാസം കഴിഞ്ഞ് ഈ ഡയറി താളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തേക്കാൾ നിങ്ങൾ ഒരു പടി മുന്നിലാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ നൽകുന്ന പ്രചോദനവും ആത്മവിശ്വാസവും ചെറുതല്ല. മാത്രമല്ല, ഈ കൃത്യമായ നിരീക്ഷണം നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കാനും അത് സമയബന്ധിതമായി തിരുത്താനും സഹായിക്കും. ഏത് ദിവസങ്ങളിലാണ് നിങ്ങളുടെ ഉത്പാദനക്ഷമത കുറഞ്ഞതെന്നും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്ലാനുകൾ മുടങ്ങിപ്പോയതെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ ട്രാക്കിംഗ് സഹായിക്കും. തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവ തിരുത്തി മുന്നോട്ടു പോകാൻ സാധിക്കൂ. നിങ്ങളുടെ പുരോഗതി അളക്കുന്നത് നിങ്ങളുടെ കഴിവിനെ അളക്കുന്നതിന് തുല്യമാണ്. അധ്യായം 5. യാഥാർത്ഥ്യബോധമുള്ള സമയപരിധികൾ നിശ്ചയിക്കുക. ഒരു ലക്ഷ്യത്തിന് കൃത്യമായ ഒരു സമയപരിധി ഡെഡ്ലൈൻ ഇല്ലെങ്കിൽ അത് വെറും ഒരു ആഗ്രഹം മാത്രമായി തുടരും. ഞാൻ ഒരു വീട് വെക്കും എന്ന് പറയുന്നതും ഞാൻ അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ ഒരു വീട് വെക്കും എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നാളത്തേക്ക് മാറ്റിവെക്കും. മനുഷ്യ സഹജമായ ഈ മടിയെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച ആയുധമാണ് സമയപരിധികൾ നിശ്ചയിക്കുക എന്നത്. യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു സമയപരിധി നിശ്ചയിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് ഒരു പോസിറ്റീവായ സമ്മർദ്ദം, ഹെൽത്തി അർജൻസി നൽകുന്നു. ഈ സമ്മർദ്ദമാണ് നമ്മെ മടിയിൽ നിന്നും അലസതയിൽ നിന്നും ഉണർത്തുന്നത്. സമയപരിധികൾ നിശ്ചയിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് തീർത്തും അസാധ്യമായ ഒന്നാകരുത്, അതേസമയം വളരെ എളുപ്പമുള്ളതും ആകരുത്. ഉദാഹരണത്തിന്, ഒരു മാസം കൊണ്ട് ഒരു പുതിയ ഭാഷ പൂർണ്ണമായി പഠിച്ചെടുക്കും എന്ന് തീരുമാനിക്കുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. അത്തരം അസാധ്യമായ സമയപരിധികൾ നിശ്ചയിച്ച് പിന്നീട് അത് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ സ്വയം പരാജയപ്പെട്ടവരാണ് എന്ന് കരുതി നിരാശരാകും. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിനും സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ സമയം ക്രമീകരിക്കുക. വലിയ ലക്ഷ്യത്തിന്റെ സമയപരിധിയെ ചെറിയ അധ്യായങ്ങളായി തിരിക്കാം. ഈ ആഴ്ചയിൽ ഇത്രയും ഭാഗം തീർക്കും, അടുത്ത മാസമാകുമ്പോൾ ഈ ഘട്ടത്തിൽ എത്തും എന്നിങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്യുക. ഒരു നിർദ്ദിഷ്ട സമയം മുന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോർ കൂടുതൽ വേഗതയിലും ശ്രദ്ധയോടെയും പ്രവർത്തിക്കാൻ തുടങ്ങും. സമയം അതിവേഗം കടന്നു പോകുന്നു എന്ന ബോധ്യം നിങ്ങളെ എപ്പോഴും പ്രവർത്തന നിരതനാക്കി നിർത്തും. അധ്യായം 6. ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളും പ്രലോഭനങ്ങളും ഒഴിവാക്കുക. ആധുനിക ലോകത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് ഓടിയെത്തുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് വഴിയിലുള്ള കാഴ്ചകളിൽ പെട്ടുപോകാതിരിക്കലാണ്. നമ്മൾ ജീവിക്കുന്നത് ശ്രദ്ധ തിരിക്കുന്ന ഒട്ടനവധി പ്രലോഭനങ്ങൾ നിറഞ്ഞ ഒരു യുഗത്തിലാണ്. സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനുകൾ, അനാവശ്യ ഫോൺ കോളുകൾ, ഒട്ടും പ്രയോജനമില്ലാത്ത ചർച്ചകൾ, താൽക്കാലിക വിനോദങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ വിലപ്പെട്ട സമയത്തെയും ശ്രദ്ധയെയും എളുപ്പത്തിൽ കവർന്നുകൊണ്ടുപോകും. ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഫോൺ എടുക്കുന്ന നമ്മൾ പിന്നീട് മണിക്കൂറുകൾ റീലുകളിലും മറ്റു വിനോദങ്ങളിലും മുഴുകിപ്പോകുന്നത് എത്രയോ സാധാരണമാണ്. ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരം പ്രലോഭനങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും അവയെ ബോധപൂർവം അകറ്റി നിർത്തുകയും വേണം. നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി നീക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഫോൺ സൈലന്റാക്കി ദൂരേക്ക് മാറ്റി വെക്കുകയോ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുകയോ ചെയ്യാം. സാധ്യമെങ്കിൽ ശല്യപ്പെടുത്തലുകളില്ലാത്ത ശാന്തമായ ഒരിടം നിങ്ങളുടെ ജോലിക്കായി കണ്ടെത്തുക. പ്രലോഭനങ്ങളോട് നോ പറയാൻ പഠിക്കുക എന്നത് വിജയത്തിലേക്കുള്ള നിർണായക ചുവടാണ്.
താത്കാലികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ ബലി കഴിക്കരുത്. നിങ്ങളുടെ ശ്രദ്ധയെ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഒരു അമ്പെയ്ത്തുകാരൻ തന്റെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുന്നത് പോലെ ചുറ്റുമുള്ള ബഹളങ്ങളെ അവഗണിച്ച് സ്വന്തം ജോലിയിൽ മാത്രം മുഴുകാൻ സാധിച്ചാൽ വിജയം നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കും. അധ്യായം 7. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുള്ളത് നമ്മുടെ അന്തിമ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ മാത്രം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യാം എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒന്നായിരിക്കാം. അത്രയും കാലം യാതൊരുവിധ ആനന്ദവുമില്ലാതെ കഠിനമായ അച്ചടക്കത്തിൽ മാത്രം ജീവിക്കുന്നത് മനുഷ്യ മനസ്സിനെ എളുപ്പത്തിൽ മടുപ്പിക്കും. ഇവിടെയാണ് യാത്രയിലുടനീളം നിങ്ങൾ കൈവരിക്കുന്ന ചെറിയ വിജയങ്ങളെ പോലും തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രസക്തി. നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായ കഠിനമായ ഒരു ടാസ്ക് കൃത്യമായി പൂർത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ പ്ലാൻ ഒട്ടും മുടങ്ങാതെ നടപ്പിലാക്കുമ്പോഴോ സ്വയം ഒരു ചെറിയ സമ്മാനം നൽകുക. അത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ലളിതമായ വിഭവമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചു സമയം മനസ്സിന് ആശ്വാസം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഇത്തരം ചെറിയ ആഘോഷങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് ഒരു പോസിറ്റീവ് സിഗ്നൽ നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശരിയായ ദിശയിലേക്കാണ് പോകുന്നതെന്നും നിങ്ങളുടെ അധ്വാനത്തിന് ഫലമുണ്ടെന്നും ഉപബോധ മനസ്സ് തിരിച്ചറിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശവും ഊർജവും ഇരട്ടിയാകും. ലക്ഷ്യത്തിന്റെ അവസാനത്തിൽ മാത്രമല്ല, ആ യാത്രയുടെ ഓരോ ചുവടിലും സന്തോഷം കണ്ടെത്താൻ പഠിക്കുക. യാത്രയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ലക്ഷ്യം കൂടുതൽ മനോഹരവും ആയാസരഹിതവുമായി മാറും. അധ്യായം 8. നിങ്ങളുടെ വിജയം ദിവസവും സങ്കല്പിക്കുക. മനുഷ്യ മനസ്സിന്റെ ശക്തി അപാരമാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. നമ്മുടെ തലച്ചോറിന് യഥാർത്ഥത്തിൽ നടക്കുന്ന അനുഭവങ്ങളും നമ്മൾ തീവ്രമായി സങ്കല്പിക്കുന്ന കാര്യങ്ങളും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഇതിനെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ അഥവാ ദൃശ്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നുവോ, ഏത് ലക്ഷ്യമാണോ കൈവരിക്കാൻ ശ്രമിക്കുന്നത്, അത് ഇതിനകം നേടിക്കഴിഞ്ഞതായി മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി കിടക്കുന്നതിനു മുൻപോ കുറച്ചു സമയം കണ്ണുകളടച്ച് ശാന്തമായിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ സന്തോഷവും സംതൃപ്തിയും നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന അഭിമാനവും എല്ലാം അത്രമേൽ തീവ്രതയോടെ മനസ്സിൽ കാണുക. അത് കേവലം അലസമായ ഒരു ദിവാസ്വപ്നമല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിജയത്തിനായി പാകപ്പെടുത്തുന്ന ഒരു ശാസ്ത്രീയ രീതിയാണ്. ഈ ആന്തരിക ചിത്രങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ ദൃഢമാക്കും. യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും തളർച്ചയോ പരാജയ ഭീതിയോ തോന്നുമ്പോൾ ഈ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് വീണ്ടും പോസിറ്റീവ് ഊർജം നിറയ്ക്കുകയും നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. അധ്യായം 9. മാറ്റങ്ങൾക്ക് തയ്യാറായിരിക്കുക. ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തുക. പ്രതിജ്ഞാബദ്ധത എന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത കാഠിന്യമുള്ള ഒരു പിടിവാശിയല്ല. ജീവിതം എപ്പോഴും പ്രവചനാതീതമാണ്. നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. പലപ്പോഴും നമ്മൾ വിചാരിച്ച വഴിയിലൂടെ കൃത്യമായി പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. പെട്ടെന്നുണ്ടാകുന്ന രോഗാവസ്ഥകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ, ഇവയെല്ലാം നമ്മുടെ പ്ലാനുകളെ തകിടം മറിച്ചേക്കാം. അത്തരം ഘട്ടങ്ങളിൽ നിരാശപ്പെട്ട് ലക്ഷ്യം ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് പ്ലാനുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണം. നിങ്ങളുടെ അന്തിമ ലക്ഷ്യം എപ്പോഴും ഒന്നായിരിക്കണം. എന്നാൽ അതിലേക്ക് എത്താനുള്ള വഴികൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ കഴിഞ്ഞാലേ ദീർഘദൂര യാത്ര സാധ്യമാകൂ. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി കണ്ടെത്താനുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. മലമുകളിൽ നിന്ന് ഉദ്ഭവിച്ച് ഒഴുകുന്ന ഒരു നദി പോലെയാകണം നമ്മുടെ യാത്ര. വഴിയിൽ ഒരു വലിയ പാറക്കല്ല് വന്ന് തടസ്സം സൃഷ്ടിച്ചാൽ നദി ഒഴുക്ക് നിർത്താറില്ല. പകരം അത് ആ പാറയെ ചുറ്റി മറ്റൊരു വഴിയുണ്ടാക്കി ഒഴുകും. വെള്ളം ഒഴുകുന്നത് പോലെ തടസ്സങ്ങളെ മറികടന്ന് പുതിയ വഴികൾ ഉണ്ടാക്കാനും ശൈലികൾ മാറ്റാനും തയ്യാറാകുന്ന ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ വിജയത്തിന്റെ ആക്കം കൂട്ടും. അധ്യായം 10. നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളാൽ ഒരു നല്ല സൗഹൃദ വലയം കെട്ടിപ്പടുക്കുക. ഒരു മനുഷ്യന്റെ വ്യക്തിത്വ രൂപീകരണത്തിലും വളർച്ചയിലും
അവൻ നിത്യേന സഹവസിക്കുന്ന മനുഷ്യർക്ക് വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 വ്യക്തികളുടെ ശരാശരിയാണ് നിങ്ങൾ എന്നൊരു പ്രശസ്തമായ ആപ്തവാക്യമുണ്ട്. ഇത് നമ്മുടെ ചിന്തകളെയും ലക്ഷ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം തികച്ചും ശരിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്നവർക്കോ നിങ്ങളുടെ കഴിവിനെ നിരന്തരം സംശയിക്കുന്നവർക്കോ അല്ലെങ്കിൽ എപ്പോഴും നിഷേധാത്മകമായി മാത്രം ചിന്തിക്കുന്നവർക്കോ ഒപ്പമാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആവേശവും ആത്മവിശ്വാസവും വളരെ പെട്ടെന്ന് തന്നെ ചോർന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിക്കുന്ന, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങളുടെ കഴിവിൽ നിങ്ങളെക്കാളേറെ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഒരു നല്ല സൗഹൃദ വലയം ബോധപൂർവം കെട്ടിപ്പടുക്കുക. ഒരു തെറ്റ് പറ്റിയാൽ അത് സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കാനും പ്രതിസന്ധികളിൽ വീണുപോകുമ്പോൾ താങ്ങാവാനും ഇത്തരം മനുഷ്യരുടെ സാന്നിധ്യം നിങ്ങളെ സഹായിക്കും. നിങ്ങളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചുറ്റുമുണ്ടാകുമ്പോൾ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകും. ഒരു നല്ല കൂട്ടായ്മ നിങ്ങളിലെ മടിയെ അകറ്റുകയും വിജയത്തിലേക്കുള്ള ദൂരം പകുതിയായി കുറയ്ക്കുകയും ചെയ്യും. ഇനി മാറ്റം നിങ്ങളുടെ കയ്യിൽ. നമ്മൾ ഈ പുസ്തകത്തിലൂടെ യാത്ര ചെയ്തത് വെറും 10 തത്വങ്ങളിലൂടെ മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു മാന്ത്രിക ഭൂപടത്തിലൂടെയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു നല്ല കാര്യം ചിന്തിക്കാനും അത് ഡയറിയിൽ കുറിക്കാനും ആർക്കും സാധിക്കും. അതിന് ഒരു നിമിഷത്തെ ആവേശം മാത്രം മതിയാകും. എന്നാൽ യഥാർത്ഥ വിജയികൾ സൃഷ്ടിക്കപ്പെടുന്നത് ആ ലക്ഷ്യത്തിൽ എത്രത്തോളം സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുന്നു എന്നതിലാണ്. ഈ പുസ്തകം വായിച്ചു തീർക്കുന്ന ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ സന്ധിയാണ്. ഇവിടെ നിങ്ങളുടെ വായന അവസാനിക്കുകയല്ല, മറിച്ച് പ്രായോഗിക ജീവിതത്തിലെ നിങ്ങളുടെ വലിയ പോരാട്ടം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൽ വ്യക്തത വരുത്തി വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചുവടുകളാക്കി മാറ്റി പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുക. വഴിയിൽ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ പ്ലാനുകൾ വിചാരിച്ച പോലെ നടന്നില്ലെന്നും വരാം. എന്നാൽ ഒരു നദിയെപ്പോലെ ഒഴുകാൻ പഠിക്കുക. തടസ്സങ്ങളെ ചുറ്റി പുതിയ വഴികൾ വെട്ടിത്തുറക്കുക. ഓർക്കുക, ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാന്മാരായ ഓരോ വ്യക്തികളും നമ്മെപ്പോലെ സാധാരണക്കാരായിരുന്നു. അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കിയത് അവരുടെ അസാധാരണമായ അച്ചടക്കവും വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിജ്ഞാബദ്ധതയുമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും അവയെ യാഥാർത്ഥ്യത്തിന്റെ മണ്ണിലേക്ക് വിജയകരമായി ഇറക്കി വെക്കാനും ഇനി ഒട്ടും മടിക്കരുത്. നിങ്ങളുടെ പുതിയ ശീലങ്ങൾ ഇന്നു തന്നെ, ഈ നിമിഷം തന്നെ ആരംഭിക്കൂ. വരും നാളുകളിൽ നിങ്ങളുടെ വിജയഗാഥ ലോകം കേൾക്കട്ടെ. ആശംസകൾ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.